ഹജ്ജിന്റെ മാസമാ. ഈ വർഷം അല്ലാഹുവിന്റെ കഅബാലയത്തിൽ പോകാൻ ഭാഗ്യം ലഭിക്കാത്തവരെ മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും അല്ലാഹുവിന്റെ കഅബയൊന്ന് കാണണ്ടേ, അല്ലാഹുവിന്റെ അതിഥിയായി പോകണ്ടേ. അല്ലാഹുവേ, സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് കൊണ്ട് അലങ്കരിച്ച കഅബയൊന്ന് കാണണ്ടേ ഉപ്പാ. അല്ലാഹുവേ, ഭാഗ്യം തരണേ അല്ലാ. മരിക്കുന്നതിന് മുമ്പ് നിന്റെ അതിഥിയായി നീ അവിടെ എത്തിക്കണേ അല്ലാ. ഹജ്ജിന്റെ മാസമാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു സവാബുൻ ഇല്ലൽ ജന്നാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാണ്, മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗ്ഗമാ. മബ്റൂറായ ഹജ്ജിന്റെ പ്രതിഫലം സ്വർഗ്ഗമാണ്. പാവപ്പെട്ടവരെ സഹായിക്കല് ഹജ്ജിന്റെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്, വെറുതെ പറഞ്ഞതല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യാതെ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയുന്ന ഒരുപാട് നന്മകളുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. അതാ മുബാറക് റളിയല്ലാഹു തആല വലിയ മഹാനാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ ഇങ്ങനെ തവാഫ് ചെയ്യുകയാ. അല്ലാഹുവേ, തവാഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ മതാഫിന്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുകയാണ്. മഖാം ഇബ്രാഹിമിന്റെ ഒരു ഭാഗത്ത് തവാഫെല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്നിങ്ങനെ കിടക്കുമ്പോ ഒരു സ്വപ്നം കാണുകയാണ്. അല്ലാഹുവേ, സ്വപ്നം കാണുന്നത് എന്തെന്നറിയോ? ഈ വർഷം വന്ന ഒരു മനുഷ്യന്റെയും ഹജ്ജ് സ്വീകരിച്ചില്ല. ഈ വർഷം ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യന്റെയും ഹജ്ജ് സ്വീകരിച്ചില്ല. എന്നാൽ ഇന്ന സ്ഥലത്തുള്ള ഒരു മുവഫക്ക് ആ മനുഷ്യൻ ചെയ്ത ഒരു നന്മയ്ക്ക് പകരം അല്ലാഹു ആ മനുഷ്യന് ഹജ്ജിന്റെ കൂലി കൊടുത്തു. ഇവരുടെ മുഴുവനും ഹജ്ജ് അല്ലാഹു സ്വീകരിച്ചു. ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ പ്രതിഫലം നേടിയ മനുഷ്യന് ആരാ പടച്ചവന്? അവിടെന്ന് നാടും പേരും പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനവറുകളെ സ്വപ്നം കണ്ട് ചാടി എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ കഅബാലയത്തിന്റെ മതാഫിന്റെ സൈഡിൽ കിടന്നിട്ട് ആ മനുഷ്യനെ പെടന്ന് ചാടി എണ്ണിക്കുന്നു. ഹജ്ജ് ചെയ്യാതെ ഹജ്ജിന്റെ കൂലി കിട്ടിയ ആ മനുഷ്യനാരാ? ആ മനുഷ്യൻ ചെയ്ത നന്മ എന്താണല്ലോ? പറഞ്ഞ അടയാളം വെച്ച രാജ്യത്തിലേക്ക് കടന്നു പോവുകയാണ്. പറഞ്ഞ അടയാളം വെച്ച് കടന്നു ചെല്ലുമ്പോ ആരാണ് കാണിച്ചു കൊടുത്ത മനുഷ്യനെന്നറിയോ? ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യനാ. ഒരു ചെരുപ്പ് കുത്തിയായ മനുഷ്യനെയാണ് അവിടുന്ന് സ്വപ്നത്തിൽ കണ്ടത്. ആ മുവഫക്കിന്റെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറിച്ചൊരു സ്വപ്നം കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ മതാഫിന്റെ സൈഡിൽ കിടക്കുമ്പോ നിങ്ങളെ കുറിച്ച് ഞാനൊരു സ്വപ്നം കണ്ടു. ആ സമയത്ത് ആരാ മുവഫക്കെന്നറിയോ? ചെരുപ്പ് കുത്തി ജീവിക്കുന്ന പാവപ്പെട്ടവനാണോ മുസ്ലിമേ? ചെരുപ്പ് കുത്തി ജീവിക്കുന്ന പാവപ്പെട്ടവനാണ് ആ മനുഷ്യന്. ആ മനുഷ്യന്റെ ജീവിതത്തിലെ വലിയ ഒരു മോഹമാണ് ഹജ്ജിന് പോകണം, ഹജ്ജിന് പോകണം. ജീവിതത്തിന്റെ വലിയ ഒരു അഭിലാഷമായിരുന്നു. കയ്യിൽ പൈസയില്ല, പാവപ്പെട്ടവനാണ്, ചെരുപ്പ് കുത്തിയാണ്. ആ മനുഷ്യൻ എന്ത് ചെയ്തെന്നറിയോ? ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന പൈസ അങ്ങനെ അല്പമല്പമായിട്ട് പെടന്ന് ശേഖരിച്ചു വെക്കുകയാ. തനിക്ക് ഓരോ ദിവസവും ചെരുപ്പ് കുത്തിയിട്ട് കിട്ടുന്ന തുച്ഛമായ ദിർഹമുകളുണ്ടല്ലോ, അവിടെ സൂക്ഷിച്ചു വെക്കുകയാണ്. എന്തിനാ ഹജ്ജിന് പോകാറ്? വർഷങ്ങളായി മനുഷ്യനിങ്ങനെ പൈസ ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുകയാ. നിങ്ങൾക്ക് ചരിത്രമറിയുമോ? അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായി. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയായി. ഗർഭിണിക്ക് പല മോഹമുണ്ടാകുമല്ലോ, പല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹമുണ്ടാകുമല്ലോ. ഈ ചെരുപ്പ് കുത്തിയായ മനുഷ്യന്റെ ഭാര്യയുണ്ടല്ലോ, അവിടെ ഗർഭിണിയായി.
ഭർത്താവിനോട് ഇന്നത് വേണം, എനിക്കത് വേണം, ഇത് വേണമെന്ന് പറയാറില്ല. കാരണം ഭർത്താവിന്റെ കയ്യിൽ പൈസയില്ല. അവസാനം ആ മനുഷ്യന്റെ പ്രിയപ്പെട്ട ഭാര്യ പൂർണ്ണ ഗർഭിണിയായി. ആ പെണ്ണിന് അല്പം ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഭർത്താവിന്റെ കയ്യിൽ ഇറച്ചി വാങ്ങാൻ പൈസയില്ല. പടച്ചവനെ, ഹജ്ജിന് പോകാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന പൈസയല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. അവസാനമല്ലാ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. ചെരുപ്പ് കുത്തിയായ മനുഷ്യനോട് പറയുകയാ, എത്രയോ നാളുകളായി ഇറച്ചി കഴിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾ വാങ്ങിത്തരില്ലല്ലോ, നിങ്ങൾ വാങ്ങിത്തരില്ലല്ലോ. എന്നാൽ നമ്മുടെ അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിക്കറി വെച്ചിരിക്കുകയാ. ഇറച്ചിയുടെ മണമടിക്കുന്നുണ്ട്. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ഇറച്ചിയുടെ മണമടിക്കുന്നുണ്ട്. അവിടെയെങ്കിലും നിങ്ങൾ പോയി പറഞ്ഞിട്ട് എനിക്ക് ഇത്തിരി ഇറച്ചി വാങ്ങിത്തരുവോ? ഞാൻ പൂർണ്ണ ഗർഭിണിയാണ്, എനിക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് അടുത്ത വീട്ടിൽ അയൽവാസിയുടെ വീട്ടിലെങ്കിലും നിങ്ങൾ പോയി ചോദിച്ചിട്ട് എനിക്ക് ഇത്തിരി കറി വാങ്ങിത്തരുവോ? തന്റെ ഭാര്യയുടെ ആഗ്രഹമല്ലേ, ഗർഭിണിയായ പെണ്ണല്ലേ. ഈ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ അയൽവാസിയുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാ, അവൾക്ക് ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇവിടെ ഇറച്ചിക്കറി വെച്ചതിന്റെ മണം അവിടെ അടിക്കുന്നത് കാരണം എന്റെ ഭാര്യ എന്നെ പറഞ്ഞു വിട്ടതാണ്, അതുകൊണ്ട് ഒരൽപ്പം ഇറച്ചിക്കറി തരുവോ? ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ഈ മനുഷ്യൻ പറഞ്ഞു, എങ്കില് ഇറച്ചി വേണ്ട, ഇത്തിരി ചാറെങ്കിലെന്താ, ഒരൽപ്പം ചാറെങ്കിലെന്താ. എന്നെ പോലെ നിന്നെ പോലെ ഒരു പെണ്ണല്ലേ എന്റെ ഭാര്യ, അവള് ഗർഭിണിയല്ലേ, നീയും ഗർഭിണിയായിരുന്നവളല്ലേ, അതുകൊണ്ട് എന്റെ ഭാര്യക്കൽപ്പം ഇറച്ചിയുടെ ചാറെങ്കിലും തരാൻ പറയുമ്പോ ആ മുസ്ലിമായ പെണ്ണ് പറഞ്ഞു, ഞാൻ തരൂല. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ ചോദിക്കുന്നു, പെണ്ണേ, നീയും മുസ്ലിമാ, ഞാനും മുസ്ലിമാ, ഇത്രയും യാചിച്ച് ചോദിച്ചിട്ട് പോലും നീ തരാത്തതിന്റെ കാരണമെന്താ? ഒരു ഇറച്ചിയുടെ ചാറ് പോലും തരാത്തതിന്റെ കാരണമെന്താ? ആ സമയത്ത് ആ പെണ്ണു പറഞ്ഞു, നിങ്ങൾക്കിത് കഴിക്കാൻ പാടില്ല, ഇത് നിങ്ങൾക്ക് കഴിച്ചുകൂടാ, ഈ ഇറച്ചി നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്തതാണ്. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറയുന്നു, നമ്മൾ രണ്ടുപേരും മുസ്ലിമാണല്ലോ, നിനക്ക് കഴിക്കാൻ പറ്റുമെങ്കിൽ എനിക്കും കഴിക്കാമല്ലോ, എന്തുകൊണ്ടാ കഴിക്കാൻ പറ്റാത്തതിന്റെ കാരണം ചോദിക്കുമ്പോ അയൽവാസിയായ പെണ്ണു പറയുകയാ, ഞാൻ വിധവയാണ്, എന്റെ മക്കൾ യതീമീങ്ങളാണ്, ഞങ്ങൾ പാവപ്പെട്ടവരാണ്, എന്റെ മക്കൾ ഒരുപാട് നാളുകൊണ്ട് എന്നോട് പറയുന്നു അല്പം ഇറച്ചി വേണമെന്ന്. എന്റെ യതീമായ മക്കള് ഒരുപാട് നാളുകൊണ്ട് എന്നോട് പറയുന്നുണ്ട് ഇറച്ചി വേണമെന്ന്. വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, എന്റെ മക്കൾക്ക് ഇറച്ചി വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ 5 നയാ പൈസ ഇല്ല. ഞാൻ എവിടെ നിന്നാണ് ഇറച്ചി വാങ്ങിക്കൊടുക്കുന്നത്? ആരും ഞങ്ങളെ സഹായിക്കാനില്ലല്ലോ. അല്ലാഹുവേ, ഈ ഇറച്ചി ഏതെന്നറിയോ? ഈ വീടിനകത്ത് കറി വെക്കുന്ന ഇറച്ചി ഏതെന്നറിയോ? ആ പെണ്ണ് പറയുകയാ, ഞാൻ വഴിയിലൂടെ നടന്നു വരുമ്പോ ഒരു കോവർ കഴുത ചത്ത് കിടക്കുന്നു, ഒരു കഴുത ചത്ത് കിടക്കുകയാ. ആ കഴുതയുടെ ഇറച്ചിയാണ് ഞാൻ എന്റെ മക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഈ വീടിന്റെ അകത്ത് കറി വെച്ചിരിക്കുന്നത്. ഇതെങ്ങനാ നിങ്ങൾക്ക് തരുന്നത്? ഇതെങ്ങനാ നിങ്ങൾക്ക് തരുന്നത്? സുബ്ഹാനല്ലാഹ്. ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ നിലവിളിക്കുകയാ, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്. യതീമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ വിധവയുടെ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ, ഓടിച്ചെന്നിട്ട് ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസ എടുക്കുകയാ. ഹജ്ജിന് പോകാൻ വെച്ചിരിക്കുന്ന പൈസ എടുക്കുകയാ. ഈ പൈസയും എടുത്തുകൊണ്ട് വീടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭാര്യ ചോദിക്കുന്നു, ഇത് എവിടെ
കൊണ്ടുപോവുകയാണ്. ഇതെന്റെ അയൽവാസിക്ക് കൊടുക്കാനാണ്. ഭാര്യ പറഞ്ഞു, ഇത് ഹജ്ജിന് പോകാൻ വച്ചിരിക്കുന്ന പൈസയാ. എത്ര പട്ടിണി കിടന്നിട്ടും നമ്മൾ ഇതെടുത്തിട്ടില്ലല്ലോ. എത്രയോ പ്രയാസമുണ്ടായിട്ടും നമ്മൾ ഇതെടുക്കാതെ വെച്ചിരുന്ന പൈസയാണ്. ഇത് ഹജ്ജിന് പോകാൻ വച്ചിരിക്കുന്ന പൈസയാണ്. ഇതാണോ നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്? ആ ചെരുപ്പ് കുത്തിയായ മനുഷ്യൻ പറഞ്ഞ വാക്കെന്തെന്നറിയോ? എന്റെ വീടിന്റെ ഓരത്ത് യതീമായ മക്കള് തിന്നാൻ ഭക്ഷണമില്ലാതെ ചത്തുകിടക്കുന്ന കോവറ് കഴുതയുടെ ഇറച്ചി തിന്നുന്ന അവസ്ഥയിൽ കിടക്കുമ്പോ ആ പാവങ്ങളെ സഹായിക്കാതെ ഈ പൈസ കൊണ്ട് മക്കത്ത് പോയിട്ട് കാര്യമില്ല. ഈ പൈസ കൊണ്ട് ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല. അതിനെക്കാളും വലിയ പുണ്യം പടച്ചവനെ യതീമിന് കൊടുക്കലാ. ആ പൈസ മുഴുവനും കൊണ്ട് യതീമായ മക്കളുടെ കയ്യിലേക്ക് കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ സഹോദരാ, ഈ നന്മയ്ക്ക് പകരമാ അല്ലാഹു ആ കൊല്ലം ഹജ്ജ് ചെയ്ത സർവരുടെയും ഹജ്ജ് സ്വീകരിച്ചത്. ഈ മനുഷ്യൻ അല്ലാഹു ഹജ്ജിന്റെ കൂലി കൊടുക്കാനുള്ള കാരണം ഈ നന്മയാടോ? എന്തേ മനുഷ്യ, നിന്റെയും വീടിന്റെ ഓരത്തെ തീമീങ്ങളില്ലേ, രോഗികളില്ലേ, എന്തേ നീ കാണാത്തത്? നിങ്ങൾ പറയുന്ന ഹജ്ജിന് പോകണമെങ്കിൽ പൈസ വേണം. പൈസ വേണ്ട എന്ന് ഞാൻ പറയണില്ല. ഇപ്പൊ പൈസയാണ് പരിഗണിക്കുന്നതെങ്കിൽ ഈ സദസ്സിൽ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ഒരു 3, 4 അല്ലെങ്കിൽ 5 ലക്ഷം രൂപ എടുക്കാനില്ലാത്തത് കൊണ്ടാണോ നിങ്ങളൊക്കെ ഹജ്ജിന് പോകാത്തെ? അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഈ നെളിഞ്ഞിരിക്കുന്ന പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ആരോഗ്യമുള്ള എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമിനോട് ഞാൻ ചോദിക്കുകയാ, നിന്റെ കയ്യിൽ 5 ലക്ഷം രൂപ എടുക്കാനില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ ആരും ഹജ്ജിന് പോകാത്തെ? ചിന്തിച്ചു നോക്കിക്കേ. 5 ലക്ഷം അല്ലല്ലോ അല്ലേ? പടച്ചോനെ, ബാങ്കിനകത്ത് എത്ര ലക്ഷം കിടക്കുന്നുണ്ട്, വീടിന്റെ അലമാരിക്കകത്ത് ഇരിക്കുന്നുണ്ട്. നമ്മുടെ വീടിന്റെ മതിലും ഗേറ്റും കെട്ടിയ പൈസ മതി ഹജ്ജിന് പോകാൻ. ഇല്ലേ താത്തമാരെ? വീട്ടിൽ വെച്ചാൽ കള്ളം കൊണ്ടുപോകുമെന്ന് പേടിച്ചിട്ട് ലോക്കറിൽ കൊണ്ടുവച്ചിരിക്കുന്ന സ്വർണത്തിന്റെ പകുതി വിറ്റാൻ നിനക്കൊക്കെ ഹജ്ജിന് പോകാം. എന്നിട്ട് നിങ്ങൾ എന്തേ പോകാത്തത്? പൈസ ഇല്ലാത്തത് കൊണ്ട്. എന്തേ? വീടൊന്നും വിൽക്കണ്ടല്ലോ. 2 സെന്റും 5 സെന്റും വിറ്റാൻ നിനക്ക് ഹജ്ജിന് പോകാമല്ലോ. ഇഷ്ടം പോലെ സ്ഥലമുണ്ടല്ലോ. അപ്പൊ നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട്. ഇല്ല ഇല്ല എന്ന് നമ്മൾ പറയുന്നതാ, അത് വെറുതെ പറയുന്നതാ. ഇല്ല ഇല്ല എന്ന് നമുക്കതിന്റെ മഹത്വം അറിയാഞ്ഞിട്ടാ. എടാ, ഒരു മനുഷ്യന് ഹജ്ജ് നിർബന്ധമായി, ഒരാൾക്ക് ഹജ്ജ് നിർബന്ധമായിട്ട് അവന് ഹജ്ജ് ചെയ്യാതെ ഹജ്ജിനെ അവൻ പിന്തിപ്പിച്ചാൽ അവൻ ഫാസിക്കായി മാറും. അവന്റെ നന്മകൾ അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്നാണോ നിനക്ക് ഹജ്ജ് നിർബന്ധമായത്, ആ നിർബന്ധമായത് മുതൽ നീ ഹജ്ജ് ചെയ്യാതിരുന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ നീ ചെയ്യുന്ന സൽക്കർമ്മങ്ങളൊന്നും അള്ളാഹു സ്വീകരിക്കൂല. അതാ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താ പറയാ, ഉസ്താദെ വയസ്സാം കാലമാകട്ടെ, പ്രായമാകുമ്പോ പോയിട്ട് ഇതൊക്കെ ഒന്ന് കഴുകിക്കളയാം, ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ട്, ചെയ്യാനുള്ളത് മുഴുവനും ചെയ്തു കൂട്ടിയിട്ട് അവസാനം പോയിട്ട് കഴുകി കളഞ്ഞിട്ട് വയസ്സാം കാലത്ത് വന്ന് ജീവിക്കാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇരിക്കണേ. അല്ലാഹു അലൈഹി. ഇപ്പൊ പിന്നെ 65 വയസ്സുള്ളവർക്ക് പോകാനും പറ്റൂല. നല്ല നിയമമാണ്. ഞാൻ പറയാം, അതൊക്കെ നല്ലതാ. നൂന്ന് നിൽക്കാൻ വയ്യാത്ത സമയത്ത് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാ? ആരോഗ്യമുള്ള സമയത്തല്ലേ പോയി ഹജ്ജ് ചെയ്യേണ്ടത്. അള്ളാഹു നമുക്ക് പോയി ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഹജ്ജിന് പോകാൻ പൈസ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പൈസയൊക്കെ വേണം. പൈസ ഉണ്ടെങ്കിലാണ് ഹജ്ജിന് പോകേണ്ടത്. പക്ഷെ പൈസ മാത്രമല്ല വേണ്ടത്, പോകാനുള്ള ആഗ്രഹം ഉണ്ടാകണം. ആദ്യം ഹജ്ജ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം മനുഷ്യനുണ്ടാകണം. ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ചെല്ലാൻ കഴിയൂ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിന്റെ അകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ചരിത്രങ്ങൾ പറയുമ്പോ, ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുമ്പോൾ, അല്ലാഹുവിന്റെ പ്രവാചകനായ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഖസസ് എന്ന് പറയുന്ന അധ്യായമുണ്ടല്ലോ. ആ ഖസസ് എന്ന് പറയുന്ന അധ്യായം എടുത്തു നോക്കിയാൽ 22 മുതൽ 28 വരെയുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അവിടെ നിന്ന് പറയുകയാണ്. ആരാണ് മൂസാ നബി അലൈഹിസ്സലാം? ആരാണ്? അല്ലാഹുവിന്റെ തീരുമാന പ്രകാരം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ
ശത്രുവായ ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് സുഖ ആഡംബരങ്ങൾക്ക് നടുവിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണ് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബിയുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചു പടച്ചവനെ ഒരു കിബത്തിയായ മനുഷ്യനതാപടം ഉപദ്രവിക്കുന്നത് കണ്ടപ്പോ, ബനൂ ഇസ്രായേൽപ്പെട്ട ഒരു പാപപ്പെട്ട മനുഷ്യനെ കിബത്തിയായ ഒരു മനുഷ്യനപടം ആക്രമിക്കുന്നത് കണ്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനെ തല്ലുകയാണ്. ആ തല്ലുകൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് മരണപ്പെടുകയാണ്. ആ മനുഷ്യൻ മരണപ്പെട്ട് കഴിയുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിനെ പിടിക്കുന്നതിന് വേണ്ടി ഫിർഔനിന്റെ അനുയായികള്, ഫിർഔനിന്റെ കിങ്കരന്മാര് മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് കടന്നു വരികയാ. മൂസാ നബിയെ പിടിച്ചുകൊണ്ട് രാജാവിന്റെ സമക്ഷത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ ഒരു മനുഷ്യന് മൂസാ നബിയുടെ ചാരത്ത് വന്നിട്ട് പറയുന്ന, മൂസാ നിന്നെ പിടിക്കുന്നതിന് വേണ്ടി ഫിർഔനിന്റെ അനുയായികള് കടന്നു വരികയാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിനോട് അവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് പടച്ചവനെ അവിടെ നിന്ന് നാട് കിടക്കുകയാണ്. അവിടെ നിന്ന് വിളിച്ച് യാത്രയാവുകയാണ്. ആ യാത്ര ചെയ്യുന്ന മനോഹരമായ ചരിത്രം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോ, ഈജിപ്റ്റ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഫിർഔനിന്റെ നാട്ടിൽ നിന്ന് പടച്ചവനെ മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് നാട് കിടക്കുകയാണ്. ആ നാട് കിടക്കുന്ന ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുമ്പോ ആ ചരിത്രം വെറുതെ പറയുന്നതല്ല. 22 മുതൽ 28 വരെ ഖസസിലെ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചരിത്രം അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ അതിനകത്ത് ഈ ഉമ്മത്തിന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. ഈ മനുഷ്യ സമുദായത്തിന് പഠിക്കാൻ ഒരുപാട് പാഠങ്ങൾ, ഒരുപാട് ഗുണപാഠങ്ങൾ ആ പരിശുദ്ധമായ ഖുർആനിൽ ആ ചരിത്രത്തിലൂടെ നമുക്ക് പഠിക്കാനുണ്ടെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ മൂസാ നബി അലൈഹിസ്സലാം നാട് കടക്കാൻ പോകുകയാണ്. ഈജിപ്റ്റ് എന്ന് പറയുന്ന നാട്ടിൽ നിന്ന് ആഴ്ചകളോളം യാത്ര ചെയ്ത് പോകേണ്ട നാടാണ് മദീന. യാത്രയ്ക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല, യാത്രയ്ക്ക് വേണ്ടി ഒരു ഒരുക്കവും നടത്തിയിട്ടില്ല. പെട്ടെന്നാണ് അവിടെ നിന്ന് യാത്ര തിരിക്കുന്നത്. ആ യാത്ര തുടങ്ങുമ്പോ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആദ്യമായിട്ട് ചെയ്തതെന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, വലമ്മാ തവജ്ജഹ തിൽഖാ മദിയന ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി സവാ അസ്സബീൽ. മൂസാ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് യാത്ര തുടങ്ങുകയാണ്. ആ യാത്രയ്ക്ക് വേണ്ടി തീരുമാനമെടുത്ത് ആ യാത്ര തുടങ്ങുന്ന സമയമെത്തിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം ആദ്യമായിട്ട് ചെയ്തത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി സവാ അസ്സബീൽ. മദീന എന്ന് പറയുന്ന നാടിന്റെ നേരെ തിരിഞ്ഞു നിന്നിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനോട് അവിടുന്ന് സഹായം ചോദിക്കുകയാണ്. പടച്ചവനെ, ആരാരുമില്ലാത്ത ഒരു നാട്ടിലേക്ക് ഞാൻ കടന്നു പോവുകയാണ്. അതുകൊണ്ട് അല്ലാഹ് നീ എന്നെ സന്മാർഗത്തിലേക്ക് നയിക്കണേ, അല്ലാഹ് എന്നെ നീ സഹായിക്കണേ, അല്ലാഹ്. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ദുആ ചെയ്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പരിചയപ്പെടുത്തുമ്പോ ഇതിൽ നിന്ന് ഞാനും നിങ്ങളും പഠിക്കേണ്ട പാഠം എന്തെന്നറിയുമോ? ഈ ചരിത്രം പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പാഠം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യം ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അത് ജീവിതത്തിലെ ഏത് വിഷയമാകട്ടെ, ഏത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അത് വീട് കെട്ട് വീടിന് കുറ്റിയടിക്കുന്ന സമയം
സമയമാകട്ടെ, അല്ലെങ്കിൽ പുതിയ കച്ചവടം തുടങ്ങുന്ന സമയമാകട്ടെ, അല്ലെങ്കിൽ വിവാഹം പെണ്ണ് കാണുന്നതിന് വേണ്ടി ഇറങ്ങുന്ന കാര്യമാകട്ടെ, അല്ലെങ്കിൽ വാഹനം വാങ്ങാൻ വേണ്ടി പോകുന്ന കാര്യമാകട്ടെ, ജോലിക്ക് വേണ്ടി പോകുന്ന കാര്യമാകട്ടെ, ഏതൊരു വിഷയം തുടങ്ങുമ്പോഴും ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പരമിന്ന് പല പല കുടുക്കുകളിൽ പോയി പിടപെട്ട് കിടക്കുകയാണ്. വീട് വെച്ചിട്ട് പടച്ചവനെ സമാധാനമില്ല, വീടിനകത്ത് കിടന്ന് ശത്രുക്കളെ പോലെ തമ്മിലടിക്കുകയാ. കച്ചവടം തുടങ്ങിയിട്ട് ലക്ഷങ്ങളുടെ കടപാട്, പെണ്ണ് കെട്ടിയിട്ട് സമാധാനമുള്ള ജീവിതമില്ലല്ലോ. മക്കളില്ലാതെ മക്കളെ കെട്ടിയിട്ട് കണ്ണുനീര് കുടിക്കുന്ന ഒരുപാട് പേര് സദസ്യരിപ്പുണ്ടല്ലോ. പടച്ചവനെ, എന്തു ചെയ്തിട്ടും നേരെയാകുന്നില്ലല്ലോ, രക്ഷപ്പെടുന്നില്ലല്ലോ, ഒരു നല്ല ജീവിതമില്ലല്ലോ. എന്നാളൊരു സമാധാനമുള്ള ജീവിതം കിട്ടുന്നതെന്ന് ചോദിക്കുന്നവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവര്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വരികയാ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു. യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ നബിയേ, ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങുകയാണ് നബിയേ, ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങുകയാ. ഞാൻ ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കടന്നു വന്ന് റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു കച്ചവടം തുടങ്ങുകയാണ്. ഞാൻ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത്? ഞാൻ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ, ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഞാൻ ചോദിക്കട്ടെ, അതാ ജീവിതത്തിൽ കുടുങ്ങിക്കിടക്കുന്നവര്, കടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളുമായി കഴിയുന്ന മനുഷ്യ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തുടക്കം പിഴച്ചു പോകാൻ പാടില്ല. ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും ആ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ചെയ്യണം. ഞാൻ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കത് നഷ്ടമാകില്ല. ഈ പറയുന്ന ഒരു കാര്യം ചെയ്തിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും പുതിയ കച്ചവടം തുടങ്ങിയതെങ്കിൽ, ഈ കാര്യം ചെയ്തിട്ടാണ് നിങ്ങൾ വാഹനമെടുത്തതെങ്കിൽ, ഈ പറയുന്ന ഒരു നല്ല കാര്യം ചെയ്തിട്ടാണ് പെണ്ണ് കാണാൻ പോയതെങ്കിൽ, ഒരിക്കലും നിങ്ങൾക്ക്, എന്റെ പ്രിയപ്പെട്ടവരെ, പ്രയാസമുണ്ടാകില്ല. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം അള്ളാഹു തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് വീട് വെക്കണം. ആ വീട് വെക്കാനുള്ള ഒരു ആഗ്രഹം ഒരു മനുഷ്യന് വന്നാൽ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താ സുലൈമാനൊക്കെ? ഒരാൾക്ക് വീട് വെക്കണം. സുലൈമാനൊക്കെ വീടിന്റെ വടിയൊക്കെ തുടങ്ങി. അള്ളാഹു എളുപ്പത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. ഇവിടെ ഒരാള് വീട് വെക്കാൻ തീരുമാനിച്ചു. ആദ്യം ചെയ്യേണ്ടത് എന്താ? പ്ലാൻ വരയ്ക്കണം, അല്ലേ? എഞ്ചിനീയറിനെ വിളിക്കണം, അല്ലെങ്കിൽ കന്നിമൂല നോക്കണം ആദ്യം പോയിട്ട്. ഇപ്പൊ മൂലയാണല്ലോ നോക്കണം, എല്ലാം അതങ്ങനെ ആയിപ്പോയി. ഉസ്താദെ, വാതിൽ അവിടെ ആയിപ്പോയി, അടുക്കള ഇങ്ങോട്ടായി പോയി. കേൾക്കണ നീയെ കേട്ടോ? പെണ്ണുങ്ങൾക്ക് കേട്ടോ? ലൈവ ഇല്ലേടാ വയല്? ഒന്നും പറയാൻ പറ്റത്തില്ല, വല്ലതും പറഞ്ഞു പോയി. അതാ അവസ്ഥ. ക്ലിപ്പുറങ്ങണ കാലവാ. ഞാൻ ഈ സംഘാടകരോട് പറഞ്ഞ് ഈ സാധനം വേണ്ട, നമ്മര് കേൾക്കത്തുമില്ല. ലൈവ് വീട്ടിൽ ഇരുന്നിട്ട് ഇപ്പൊ എല്ലാം മൊബൈലും എടുത്ത് വീട്ടിൽ വെച്ചുകൊണ്ട്, ഇപ്പൊ ഓൺലൈൻ കാലം, വയലൊക്കെ മാറി. ഇൽമിന്റെ മജ്ലിസ് എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളൊക്കെ കേൾക്കണം. ഇൽമിന്റെ മജ്ലിസ് എന്തെന്നറിയോ? ഇൽമിന്റെ മജ്ലിസ് ദുനിയാവിലെ സ്വർഗമാണ്. ഇൽമിന്റെ മജ്ലിസ് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പണ്ടൊക്കെ ഇൽമിന്റെ മജ്ലിസിൽ പെണ്ണുങ്ങളോ ആണുങ്ങളൊക്കെ വന്നിരുന്നാൽ എന്തൊരു അദബ്, അല്ലേ? ദുനിയാവിലെ സ്വർഗത്തിൽ ഇരിക്കുമ്പോ തലേ തുണിയുമിട്ട് അദബോടെ മര്യാദയോടുകൂടി ഈ പെണ്ണുങ്ങളൊക്കെ ഇരുന്ന് വയല് കേൾക്കും. ഇന്നതല്ല. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയപ്പോ പടച്ചവനെ, അടുക്കളയിൽ ഒരു ഉസ്താദിന്റെ വയല് നടക്കാം ഓൺലൈനിൽ. താത്ത അവിടെ ഇരുന്നിട്ട് മീൻ വെട്ടിക്കൊണ്ടിരിക്കുക. സുബ്ഹാനല്ലാഹ്. അടുക്കളയിൽ വയല് നടന്നുകൊണ്ടിരിക്കുന്നു. ലൈവ ഏതോ ഉസ്താദിന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ക്ലാസ്സിനെ ഞാൻ വിമർശിക്കുന്നില്ല. തലേ തുണി പോലും ഇല്ല പടച്ചോനെ, മീൻ വെട്ടിക്കിട്ടാ കേൾക്കണേ. അപ്പൊ നിങ്ങൾ ആലോചിക്ക്, ദുനിയാവിലെ സ്വർഗത്തിലെ പ്രതിഫലം കിട്ടുമോ? ഇപ്പൊ എല്ലാം ഓൺലൈനായി പോയി.
അള്ളാഹു കാക്കുമാറാകട്ടെ. മാർക്കറ്റിംഗ് ആണ്, വല്ലാത്ത മാർക്കറ്റിംഗ്, പുതിയ മാർക്കറ്റിംഗ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറയുന്ന ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്നറിയോ? പ്ലാൻ വരയ്ക്കലും ഒന്നും നോക്കലൊന്നും അല്ലടോ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി വന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു പുതിയ കച്ചവടം തുടങ്ങാൻ പോകുകയാണ്. ഞാൻ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? പോയിട്ട് കട നോക്കലല്ല, പൈസ സ്വരൂപിക്കലല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ആദ്യമായിട്ട് ചെയ്യാൻ പറഞ്ഞത് എന്തെന്നറിയുമോ ചെറുപ്പക്കാരാ? തങ്ങളെ ഏത് കാര്യമാകട്ടെ അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്. നിനക്കതിനകത്ത് സമാധാനം വേണോ? അല്ലാഹുവിന്റെ സഹായം വേണോ? നിനക്ക് ബർക്കത്ത് വേണോ? അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുന്നു? ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു കൊടുക്കുകയാ, ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കുകയാ, നീ ആദ്യം ചെയ്യേണ്ടത് പോയി വുളുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് ദുആ ചെയ്യാൻ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദ്യമായിട്ട് ചെയ്യണമെന്നറിയോ? എടാ, പുതിയ കച്ചവടം തുടങ്ങുമ്പോ, ഒരു വണ്ടി എടുക്കാൻ തീരുമാനിക്കുമ്പോ, പടച്ചവനെ ഏത് വിഷയമാണെങ്കിലും, അത് വീടിനെ കുറ്റിയിടുന്നതാണെങ്കിലും, കല്ല് വെക്കുന്നതാണെങ്കിലും, ഏത് കാര്യമാണെങ്കിലും നീ എന്ത് ചെയ്യണമെന്നറിയുമോ? ആദ്യമായിട്ട് അല്ലാഹുവിന്റെ മുന്നില് 2 റക്അത്ത് നിസ്കരിച്ചിട്ട്, അല്ലാഹുവേ, ഇത് ഖൈറാണോ ശർറാണോ എനിക്കറിയില്ല അല്ലാഹ്, പടച്ചവനെ ഖൈറാണെങ്കിൽ നീ ഇത് നടത്തി തരണേ അല്ലാഹ്, ശർറാണെങ്കിൽ ഇത് തട്ടി മാറ്റണേ അല്ലാഹ്, തടസ്സങ്ങൾ വരുത്തണേ അല്ലാഹ്, കടത്തിലെത്തിക്കല്ലേ അല്ലാഹ് എന്ന് നീ ദുആ ചെയ്യണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആദ്യം ചെയ്യേണ്ടത് ഇസ്തിഖാറത്തിന്റെ നിസ്കാരം 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ഒളുവെടുത്തിട്ട് നിങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്യ്. എന്നിട്ട് വേണം നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങേണ്ടതെന്ന് നബിഗിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിരന്നിരിക്കുന്നവര് ചിന്തിച്ചു നോക്ക്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീട് പണിക്ക് ഇറങ്ങിയപ്പോ, വണ്ടി എടുക്കാൻ ഇറങ്ങിയപ്പോ, കച്ചവടത്തിന് ഇറങ്ങിയപ്പോ, അല്ലെങ്കിൽ എന്തിനൊക്കെ പെണ്ണ് കാണാൻ പോയ സമയത്തെങ്കിലും ഞാനോ നിങ്ങളോ 2 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്കതിൽ ബറക്കത്തുണ്ട്. ഇല്ലയോ, ഇപ്പൊ കടന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇത് വെറുതെ പറഞ്ഞതല്ല, ഈ ഹദീസ് ഞാൻ വെറുതെ പറഞ്ഞതല്ല. കന്നിമൂല ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു വസ്തുവിനൊരു വീടിന് കന്നിമൂലയുണ്ട്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന് പോലും കന്നിമൂലയുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് മാത്രമായി പോകരുതെന്നാ പറഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, ചില വസ്തുക്കളിൽ, ചില സ്ഥലങ്ങളിൽ ശൈത്താനിന്റെ സാന്നിധ്യമുള്ള ചില സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് നോക്കാൻ പറഞ്ഞത്. ചില സ്ഥലങ്ങളിൽ, ചില വീടുകളിൽ വീട് ഒരു വലിയ വിഷയമാ. വീടെന്ന് പറയുന്നത് വലിയൊരു വിഷയമാ. ശൈത്താനിന്റെ സാന്നിധ്യമുള്ള ചില സ്ഥലങ്ങളുണ്ട്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ഞാൻ സ്വന്തമായിട്ട് ഒരു വീട് വെച്ചു നബിയേ. ഇത്രയും കാലം ഞാൻ എന്റെ മാതാപിതാക്കളുടെ കൂടെ കുടുംബ വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞാൻ സ്വന്തമായിട്ടൊരു വീട് വെച്ചു മാറി. സ്വന്തമായിട്ടൊരു വീട് വെച്ച് മാറി. ആ വീട്ടിലേക്ക് താമസം മാറിയത് മുതൽ എന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോയി. എന്റെ മകൻ മരിച്ചുപോയി. എന്റെ ഭാര്യയ്ക്ക് രോഗമായി. സമാധാനമില്ല. വല്ലാത്ത ഒരു ജീവിതമാണ്. ദുആ ചെയ്യ് നബിയെ. നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ആ വീട് നിനക്ക് ചേർന്നതല്ല, അത് വിറ്റേക്കാൻ മഹാനായി നബിഗിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പറഞ്ഞത്, ആ വീട് നീ വിട്ടേക്ക്, കാരണം നിനക്കത് ചേർന്ന വീടല്ല. ഇത് ഹദീസാ. മറ്റൊരു ഹദീസിൽ കാണാം, ചില സ്ഥലങ്ങളിൽ ശൈത്താനിന്റെ സാന്നിധ്യമുണ്ട്. മഹാനായി നബിഗിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു വരികയാ. യുദ്ധം കഴിഞ്ഞു വരുമ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോ സഹാബത്ത് പറഞ്ഞു, നബിയെ, വല്ലാത്ത ക്ഷീണം, എല്ലാവർക്കും ഒന്ന് റെസ്റ്റ് എടുക്കാം. അങ്ങനെ പ്രവാചകനും സ്വഹാബത്തും എല്ലാവരും ഒരു സ്ഥലത്ത് റെസ്റ്റ് എടുത്തു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുബഹി നമസ്കാരം ഖളയായി.
അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും സഹാബത്തിന്റെയും സുബഹി നമസ്കാരം ഖളാ ആയി. നബി തങ്ങൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റപ്പോൾ നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞു. നബി തങ്ങൾ ബിലാലിനോട് ചോദിച്ചു, ബിലാലേ, എന്തുകൊണ്ട് നീ വിളിച്ചില്ല? നിസ്കാരം ഖളയായില്ലേ, എന്തുകൊണ്ട് വിളിച്ചില്ല? ബിലാൽ തങ്ങൾ പറഞ്ഞു, നബി അങ്ങ് വരെ ഉറങ്ങിപ്പോയി, പിന്നല്ലേ ഞാൻ. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, എല്ലാവരും വാഹനത്തിൽ കയറ്, എല്ലാവരും അവരവരുടെ വാഹനത്തിൽ കയറ്, ഇവിടെ നിൽക്കരുത്, പെട്ടെന്ന് കയറ്. വാഹനത്തിൽ കയറി എല്ലാവരും പെട്ടെന്ന് അവിടെ നിന്ന് പോകുമ്പോ സഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ പെട്ടെന്ന് പോകാൻ കാരണം? ആ സ്ഥലത്ത് നിന്ന് എന്തുകൊണ്ടാണ് പെട്ടെന്ന് എല്ലാവരും വാഹനത്തിൽ കയറാൻ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, നമ്മളെല്ലാവരും നിസ്കാരം കളയാകുന്ന രീതിയിൽ ഇവിടെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്ത് ഇബ്ലീസിന്റെ സാന്നിധ്യമുണ്ടെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തി നബി അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. അപ്പൊ സുബഹി നമസ്കരിക്കാതെ കടന്നുറങ്ങുന്ന വീട്ടുകാരുണ്ടെങ്കിൽ ചിന്തിക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ചില വീടുകൾ, ചില സ്ഥലങ്ങൾ അവിടെ ശൈത്താനിന്റെ സാന്നിധ്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളുടെ സാന്നിധ്യമുള്ള വീടുകളായി അല്ലാഹു നമ്മുടെ വീടുകൾ അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ശൈത്താനിന്റെ ശർറ് അല്ലാഹു ഒഴിവാക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ശൈത്താനിന്റെ ശർറ് ഒഴിവാകാൻ പൈസ ഒന്നും മുടക്കേണ്ട കാര്യമില്ല, മന്ത്രവാദവും കൂടോത്രവും ഒന്നും നടത്തേണ്ട കാര്യമില്ല. നമ്മുടെ വീടിനകത്ത് കൂടിയിരിക്കുന്ന ഇബ്ലീസിനെ ഇറക്കി വിടാൻ 5 പൈസയുടെ ചെലവില്ല. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ആ വീടിനകത്തിരുന്ന് ഓതിയാൽ ഇബ്ലീസ് ഇറങ്ങിപ്പോകും. അള്ളാഹു അവന്റെ ശർറിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്തോതിയാ മതി? എന്തോതിയാ മതി? പറ മനുഷ്യന്മാരെ, വീടിനകത്ത് കൂടിയിരിക്കണ ശൈത്താനെ ഇറക്കി വിടണമെങ്കിൽ എന്തോതണം? ഖുർആനിലെ ഒറ്റ ആയത്ത് ഓതിയാ മതി. അള്ളാഹു ഓതാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ? നിനക്ക് വേണമെങ്കിൽ ഓത്, എനിക്കെന്ത് നിർബന്ധം? നിന്റെ വീടിനകത്ത് കൂടിയിരിക്കണ ശൈത്താൻ ഇറങ്ങിപ്പോണെങ്കിൽ നീ വേണമെങ്കിൽ പോയിരുന്ന് ഓത്. അത് അവൻ ആദ്യം ശരീരത്ത് കൂടിയിരിക്കണ ശൈത്താൻ ഇറക്കി വിട്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അവന്റെ ശർറിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആദ്യമായിട്ട് ചെയ്യേണ്ടത് 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യണം. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം മദീന എന്ന് പറയുന്ന നാട്ടിലേക്ക് യാത്ര തുടങ്ങുമ്പോൾ ആ മദീന എന്ന് പറയുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നിന്നിട്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുന്നു, അസാ റബ്ബി യഹ്ദിയനി സബാ സബീൽ. അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. പടച്ചവനെ, ഒന്നുമില്ല തമ്പുരാന്, ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല തമ്പുരാന്. ഒരു പരിചയമില്ലാത്ത ഒരു രാജ്യത്തേക്ക് ഞാൻ കടന്നു പോവുകയാണ്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ആഴ്ചകളോളം യാത്ര ചെയ്തു പോകേണ്ട നാടാണ്. അല്ലാഹുവേ, ഒരു തയ്യാറെടുപ്പും നടത്തിയിട്ടില്ല. അല്ലാ, നീ എന്നെ സഹായിക്കണേ അല്ലാ. മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. അല്ലാഹ് കൈവിടില്ല എന്നുള്ള ഉറപ്പുണ്ടല്ലോ. ഒന്നുമില്ലാതെ യാത്രയ്ക്ക് തയ്യാറാകുമ്പോ മൂസാ നബി അലൈഹിസ്സലാമിന് അറിയാം, പടച്ച റബ്ബ് എന്നെ ഒരിക്കലും കൈവിടൂല, അല്ലാഹു എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ബോധം മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിനുണ്ടായിരുന്നു. പക്ഷേ ഈ നിരന്നിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ടല്ലോ, അതാ മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന എനിക്കും നിങ്ങൾക്കും ആ വിശ്വാസമില്ല. എനിക്കും നിങ്ങൾക്കും ആ വിശ്വാസമില്ലല്ലോ. പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുന്ന ഒരു ഭാവനയുണ്ടല്ലോ, ഒരു ധാരണയുണ്ടല്ലോ. നമുക്കതില്ലാതെ പോയല്ലോ. എന്തേ നിനക്ക് പടച്ചവനെ നമ്മുടെ മനസ്സിങ്ങനെ ആയി പോകാറുള്ള കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിനെ കുറിച്ചുള്ള ഒരു സദ്വിചാരമുണ്ടല്ലോ, ഒരു നല്ല ഭാവന ഒരു മനുഷ്യന് വേണമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അത് എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അത് അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ പടച്ച റബ്ബന്നെ ഒരിക്കലും കൈവിടൂല. എന്തൊക്കെ പ്രയാസം വന്നാലും എന്റെ റബ്ബന്നെ സഹായിക്കുമല്ലോ, എന്നെ രക്ഷപ്പെടുത്തുമല്ലോ. ഇങ്ങനെ ഒരു വിചാരം എല്ലാ മുസ്ലിമിനും ഉണ്ടാകണമെന്നില്ല. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അവൻ ആരായിരിക്കണമെന്നറിയോ? മഹാനായ നബി മുഹമ്മദ്
മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ സ്വഹാബത്തിനോട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചു കൊടുക്കുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അല്ലാഹു എവിടെയാണ് ഇരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, കൊട്ടാരത്തിലാണോ, കുടിലിലാണോ, കടലിനടിത്തട്ടിലാണോ? എവിടെയാണ് അല്ലാഹു ഇരിക്കുന്നത്? ആ സമയത്ത് പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, അല്ലാഹു ഇരിക്കുന്നത് അർശിലാണ് സഹാബ, അല്ലാഹു ഇരിക്കുന്നത് അർശിലാണ് സഹാബ. ഉടനെ സ്വഹാബത്ത് ചോദിക്കുന്നു, ഐന അർശുല്ലാഹ്, അല്ലാഹുവിന്റെ അർശിരിക്കുന്നത് എവിടെയാണ് നബിയേ? പ്രവാചകൻ അവിടെന്ന് പറയുന്നു, അല്ലാഹുവിന്റെ അർശിരിക്കുന്നത് എവിടെയെന്നറിയുവോ? ഖൽബുൽ മുഅ്മിനി അർശുല്ലാഹ്, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ ഹൃദയത്തിന്റെ അകത്താ പടച്ച റബ്ബിന്റെ അർശിരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലിരുന്ന് സ്വഹാബത്ത് കരയുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലിരുന്ന് സ്വഹാബത്ത് അവിടെന്ന് കരയുകയാണ്. റസൂലുള്ളാഹി ചോദിക്കുന്നു, എന്തിനാ സ്വഹാബ നിങ്ങളെ കരയുന്നത്? അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബിന്റെ അർശുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് പടച്ച റബ്ബിന്റെ സിംഹാസനമുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലല്ലോ. വല്ല അടയാളവുമുണ്ടോ നബിയേ? വല്ല അടയാളവുമുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ അർശ് ഹൃദയത്തിലുള്ള അടിമയ്ക്ക് ഉണ്ടാകുന്ന ചില ഗുണങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാ. ആ അടയാളങ്ങളിൽപ്പെട്ട ഒരടയാളം എന്തെന്നറിയുമോ? ഇന്ന ഇൻദ ളന്നി അബ്ദീ, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കുറിച്ച് നല്ല ഒരു ഭാവന വെച്ചാൽ അല്ലാഹു ഒരിക്കലും എന്നെ കൈവിടൂല, അല്ലാഹു ഒരിക്കലും എന്നെ സഹായിക്കാതിരിക്കില്ല. ആര് കൈവിട്ടാലും എന്റെ റബ്ബന്റെ കൈവിടുമെന്ന് പറയുന്ന ഉറച്ച ഒരു വിശ്വാസം ഏത് മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടോ അവന്റെ ഹൃദയത്തിന്റെ അകത്താ പടച്ച റബ്ബിന്റെ സിംഹാസനമുള്ളത്. അങ്ങനെ ജീവിച്ചിരുന്ന ഒരുപാട് അടിമകളുണ്ടല്ലോ. അങ്ങനെ ജീവിച്ചിരുന്ന പ്രവാചകനാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമ്രൂദ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഭരണാധികാരിയാണ് നമ്രൂദ്. ആ നമ്രൂദിന്റെ അനുയായികൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിടിച്ചുകൊണ്ടുവരികയാണ്. തങ്ങളുടെ ദൈവങ്ങളെ, തങ്ങളുടെ വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ ഇബ്രാഹിം നബിയെ പിടിച്ചുകൊണ്ടുവന്നു. കഠിനമായ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. ഇബ്രാഹിമിന് ഏറ്റവും വലിയ ശിക്ഷയാണ് കൊടുക്കേണ്ടത്. എന്ത് ശിക്ഷയാണ് കൊടുത്തതെന്നറിയുമോ? അതാ പടച്ചവനെ വലിയ ഒരു കുഴിയെടുക്കുകയാണ്, അതിനകത്ത് തീയങ്ങ് നിറയ്ക്കുകയാണ്, വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ആ തീയുടെ വലിപ്പത്തെ കുറിച്ച് പറയുന്നത് ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലെ കരിഞ്ഞു വീഴുന്ന രീതിയിൽ ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാകുകയാ. അടുത്തേക്ക് ഒരാൾക്ക് പോലും പോകാൻ കഴിയാത്ത ഭയാനകമായ തീക്കുണ്ടാരമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അമ്പം വില്ലും തയ്യാറാക്കി ഉയരമുള്ള സ്ഥലത്ത് കയറ്റി വെച്ചിരിക്കുകയാണ് എയ്തു വിടുന്നതിന് വേണ്ടി. ഇബ്രാഹിം നബിയെ തൂക്കം തീക്കുണ്ടാരത്തിലേക്ക് അവിടുന്ന് വലിച്ചെറിയാ സമയമാകുമ്പോ അതാ വരുന്ന മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിറങ്ങി വരികയാ. ഇബ്രാഹിം നബിയേ, അങ്ങയെ ഞാൻ രക്ഷപ്പെടുത്തട്ടെ നബിയേ, ഈ തീക്കുണ്ടാരം ഞാൻ അടച്ചു കളയട്ടെ, ഞാൻ അങ്ങയെ രക്ഷപ്പെടുത്തട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വേണ്ട ജിബ്രീൽ,
നിന്റെ സഹായം എനിക്ക് വേണ്ട ജിബ്രീൽ. എനിക്ക് എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്നെ പടച്ച അല്ലാഹുവിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. ആ പടച്ച റബ്ബെന്നെ ഒരിക്കലും കൈവിടൂല. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിനോട് പറഞ്ഞു കൊടുക്കുമ്പോ ചരിത്രം വായിക്കുന്നവരല്ലേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചരിത്രം പറയുന്നുണ്ടല്ലോ. 40ഓളം ദിവസം ഫിർഔനിന്റെ അതാ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് ഉല്ലാസയാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം പറയുന്നുണ്ടല്ലോ. ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ, ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ഫിർഔനിന്റെ തീക്കുണ്ടാരത്തിനകത്ത്, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് മൂസാ നബി എഴുന്നേറ്റ് വന്നെന്ന്, ഇബ്രാഹിം നബി എഴുന്നേറ്റ് വന്നെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാനെ കുറിച്ചൊരു നല്ല ഭാവന വെക്കണോ. ഈ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാ. പണ്ട് മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യയില്ല, പക്ഷേ ഈ അടുത്ത കാലത്ത് ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ്. എന്തു പറഞ്ഞാലും കയറെടുത്ത് തൂങ്ങുകയാണ്, നരമ്പ് മുറിക്കുകയാണ്, വിഷമടിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെയെങ്കിലും ഈ ജീവിതമൊന്ന് അവസാനിപ്പിച്ചാ മതിയെന്ന് തോന്നുന്ന സാഹചര്യം ജീവിതത്തിൽ കടന്നു വരുമ്പോ, എന്തെങ്കിലും മാരകമായ രോഗമാകട്ടെ, സാമ്പത്തിക നഷ്ടമാകട്ടെ, കച്ചവടം തകർന്നു പോകലാകട്ടെ, അല്ലെങ്കിൽ മാനസികമായി തകർന്നു പോകുമ്പോ, അല്ലെങ്കിൽ പടച്ചവനെ നാണക്കേട് താങ്ങാൻ പറ്റാതെ അല്ലാഹു തന്ന ജീവിതം അവസാനിപ്പിക്കുന്ന മുസ്ലിമേ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? എന്തിനാ? ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ദിക്റൊന്ന് പറയാൻ കഴിയുമോ? ഏത് ദിക്റെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. താങ്ങാൻ കഴിയാത്ത വേദനകൾ മടങ്ങി വരുമ്പോ, ഈ ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ, നെഞ്ചുകുട്ടിയിട്ട് ആരാരുമില്ലാതെ വീടിനകത്തിരുന്ന് കരയുന്ന സമയത്ത് ഈ പറയുന്ന ദിക്ർ ഒരു 3 പ്രാവശ്യം പെങ്ങളെ നിനക്ക് പറയാൻ കഴിയുമോ? ഇല്ലെന്ന് പറഞ്ഞാലും മക്കളെ പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുമെന്നാണ്, ഈ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ്. ഭർത്താവും ഭാര്യയും തമ്മിൽ വഴക്ക് കൂടുമ്പോ ഭാര്യ പറയുന്ന വാക്കിതാണ്, അതാ ഭാര്യയും ഭർത്താവും വഴക്ക് കൂടുമ്പോ എവിടെങ്കിലും പോയി മരിച്ചാ മതിയായിരുന്നു എന്ന് പറയുന്ന ഭർത്താവേ, അതാ കച്ചവടം തകർന്ന് ലക്ഷങ്ങളുടെ കടം വരുമ്പോ മരിക്കാ തോന്നുന്ന മുസ്ലിമേ, സമാധാനം വേണോ? പിടിച്ചു നിൽക്കാറുള്ള ധൈര്യം നിനക്ക് വേണോ? അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, പറഞ്ഞോ ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ പറഞ്ഞത് ആരെന്നറിയുമോ? ഇതാര് പറഞ്ഞ ദിക്റാണെന്നറിയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം നമ്രൂദ് എന്ന് പറയുന്ന ഭരണാധികാരി തന്റെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാറ് അവിടെന്ന് ഒഴുക്കി വെച്ചിരിക്കുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞ ദിക്റാ. പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹ്ദി ആയിഷ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീബി പറഞ്ഞ ദിക്റാണ് പെങ്ങളെ. എപ്പ പറഞ്ഞ ദിക്റെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ബദരീകളിൽപ്പെട്ട സ്വഹാബിയാണ് സഫ്വാൻ. ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. ഈ ചെറുപ്പക്കാരനായ സ്വഹാബിയും ആയിഷ ബീബിയും രണ്ടുപേരെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷ ബീബി വ്യഭിചരിച്ചിരിക്കുകയാണ്. മുനാഫിക്കീങ്ങൾ പറയാ തുടങ്ങി, ഏറ്റുപിടിക്കാൻ പുതിയ മുസ്ലിമീങ്ങള്. പടച്ചവനെ, പിന്നെ എവിടെ നോക്കിയാലും ആയിഷ ബീബി വ്യഭിചരിച്ച കഥ പറയുകയാണ്.
അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയെ കുറിച്ചാണ് പറയുന്നത്. എല്ലാ സ്ഥലങ്ങളിലും ആയിഷ ബീവിയെ കുറിച്ച് ചർച്ച ചെയ്യുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയാ ആയിഷ നിരപരാധിയാണെന്ന്. ആയിഷ ബീവി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അല്ലാഹുവിന്റെ റസൂലിനറിയാ. പക്ഷേ നാട്ടുകാര് മുഴുവനും പറയുകയാണ് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് തീരുമാനം വരട്ടെ. അല്ലാഹുവിന്റെ റസൂല് വീടിനകത്തിരുന്ന് കരയുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചാരത്ത് റസൂലുള്ളാഹി കടന്നു വന്നിട്ട് പറഞ്ഞു, ആയിഷ, കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്കുക ആയിഷ. ഭർത്താവ് തന്റെ ഭാര്യയോട് നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്കാതെ പറയുന്ന രംഗമൊന്ന് ചിന്തിക്കുക പെങ്ങള്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുമ്പോ ആയിഷ ബീവിക്കത് താങ്ങാൻ കഴിയാത്ത ഒരു സംഭവമാണ്. ആയിഷ ബീവിക്ക് താങ്ങാൻ കഴിയാത്ത വേദനയായി. തന്റെ പിതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വീട്ടിലേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീബി ഓടിച്ചെന്ന് ബാപ്പയുടെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന, ഉപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ അങ്ങനെ വ്യഭിചരിക്കുന്നവളാണെന്ന് ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? വാപ്പ അവിടെ നിന്നും മിണ്ടുന്നില്ല. ആയിഷ ബീബി തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ 9.5 മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് ചെന്നിട്ട് മക്കളുടെ കണ്ണ് നിറഞ്ഞ സഹിക്കാത്ത ഉമ്മയാണല്ലോ. ഉമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുന്ന, ഉമ്മ, ഇവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാ ഉമ്മ, ഞാൻ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല ഉമ്മ. ആയിഷ ബീബി തന്റെ പ്രിയപ്പെട്ട മാതാവിനോട് പറയുമ്പോ ഉമ്മ പറയുന്നു, മോളെ, തെളിവുകൾ മുഴുവനും നിനക്ക് എതിരാണ്. പഠിച്ചവനെ അല്ലാ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിന്നെ പോലെ 15, 20, 25 വയസ്സുള്ളായിരുന്ന പെങ്ങള്. ചെറിയ പ്രായമാ. ആയിഷ ബീവിയെ കുറിച്ച് ഒരു നാടല്ല പറയുന്നത്. വീട്ടുകാര് മാത്രമല്ല, അയൽവാസികളെ മാത്രമല്ല, കുടുംബക്കാര് മാത്രമല്ല, ഒരു നാട്ടിലെ അധികം പേരും ആയിഷ ബീവിയെ തെറ്റിദ്ധരിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുമ്പോ ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ നരമ്പ് മുറിച്ചില്ല, അവിടെ നിന്ന് തൂങ്ങി മരിച്ചില്ല, വിഷമെടുത്ത് കിടിച്ചില്ല, വീടിനകത്ത് കയറുകയാണ്, നിസ്കാരപ്പായിക്കകത്ത് കയറുകയാണ്. ആയിഷ ബീവി എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിയുമ്പോ വീടിന്റെ വാതിൽ വന്ന് നോക്കിയിരിക്കുകയാ. എന്തിനെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ? മുത്തുനബി വരുന്നതും കാത്തിരിക്കുകയാണ്. പടച്ച ആഴ്ചകള് കഴിഞ്ഞു, ദിവസങ്ങള് കഴിഞ്ഞു. ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞു, വീടിന്റെ വാതിലിൽ നോക്കി നിൽക്കുകയാ. വീടിന്റെ വാതിലിൽ നോക്കി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂല് ചിരിക്കുന്ന മുഖത്തോടെ കടന്നു വരികയാണ്. ആയിഷ ബീവിക്ക് മനസ്സിലായി, ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് ചെന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞു. പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയോ? ജിബ്രീൽ 7 ആകാശം കടന്ന് ഖുർആനിന്റെ ആയത്തുമായി ഇറങ്ങി വന്നില്ലേ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, നീ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പടച്ച റബ്ബ് പറഞ്ഞിരിക്കുകയാ. ആയിഷ ബീവി പറയുന്നു, എനിക്കുറപ്പായിരുന്നു നബിയേ, 7 ആകാശം കടന്ന് ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ വരുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. പെങ്ങളെ, എങ്ങനെയാണ് വിളിച്ചിറക്കിയതെന്നറിയുമോ? അല്ലാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിന്ന് ഖുർആനിന്റെ ആയത്തുമായി 7 ആകാശം കടന്ന് മദീനത്ത് മുത്തുനബിയുടെ വീടിനകത്തേക്ക് ജിബ്രീലിനെ വിളിച്ചിറക്കിയത് എങ്ങനെയെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, എങ്ങനെയാ ആയിഷ? അല്ലാഹുവിന്റെ സഹായം
നിനക്ക് ലഭിക്കാറുള്ള കാരണം എന്താ? നാട്ടുകാര് മുഴുവനും നീ തെറ്റുകാരിയാണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ നീ പിടിച്ചു നിന്നത്? എങ്ങനെയാണ് നിന്റെ മനസ്സിന് സമാധാനം കൊടുത്തത്? ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നത്, ഞാൻ പറഞ്ഞത് ഒരു ദിക്റാണ് നബിയേ, ഞാൻ പറഞ്ഞത് ഒരു ദിക്റാണ് നബിയേ. ഏത് ദിക്റാ ആയിഷ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ ദിക്റാണ് ആയിഷ ബീവി പറഞ്ഞത്. ഈ ദിക്റാണ് ആയിഷ ബീവി പറഞ്ഞത്. ഇത് പറഞ്ഞിട്ടാ നബിയെ ഞാൻ ഈ പ്രതിസന്ധിയിൽ പിടിച്ചു നിന്നത്. എന്റെ മനസ്സിന് ധൈര്യം കിട്ടാറ് ഈ ദിക്റാണ് ഞാൻ പറഞ്ഞത് എന്ന് ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുമ്പോ ഏത് പ്രതിസന്ധിയിലും പറയാറുള്ള ദിക്റാ, ഏത് പ്രതിസന്ധിയിലും അല്ലാഹുവിന്റെ സഹായം വിളിച്ചിറക്കണോ, അല്ലാഹുവിന്റെ സഹായം നേടാനുള്ള ദിക്റാ.